മലയാളികളാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. അതിൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ രാമേശ്വരത്തുള്ള ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ വീട് പരുമലയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 400 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. 10 മണിക്കൂറോളം യാത്രയുണ്ട്. ഇത് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ അഡ്വഞ്ചർ സോണും ലെഷർ സോണും തെന്മല ഡാം, ഡിയർ പാർക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ കയറുന്നില്ല, അത് പോകുന്ന റൂട്ടിൽ തന്നെ ഉള്ളതാണ്. ഇതാണ് തെന്മല ഡാമിൻ്റെ എൻട്രൻസ്. ഇത് കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. ഇത് കല്ലട ഇറിഗേഷൻ ആൻഡ് ട്രീ ക്രോപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി 1961 നിർമ്മിച്ചതാണ്. ഈ കാണുന്ന പാലത്തിൻ്റെ മുകളിൽ റെയിൽവേ ലൈനാണ്. ഇത് കൊല്ലം ചെങ്കോട്ടை കണക്ട് ചെയ്യുന്ന റെയിൽവേ ലൈനാണ്. ഇത് മീറ്റർ ഗേജ് റെയിൽവേ ആണ്. അതായത് സാധാരണ റെയിൽവേ ട്രാക്കിന് 1 മീറ്റർ 676 സെൻറ്റിമീറ്റർ വിഡ്ത്താണെങ്കിൽ ഇതിന് 1 മീറ്റർ മാത്രമേ വിഡ്ത്തുള്ളൂ. അപ്പോൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രെയിനുകൾ മാത്രമേ ഇവിടെ ഓടത്തുള്ളൂ. ഈ മീറ്റർ ഗേജ് റെയിൽവേ ഇന്ത്യയിൽ ചുരുക്കം ചിലയിടത്ത് മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ യാത്ര തിരിച്ചിട്ട് 100 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ തെന്മല എക്കോ ടൂറിസം കഴിഞ്ഞ് പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല, അവിടെ വെള്ളമൊന്നും ഇല്ലെന്നാണ് കേട്ടത്. നമ്മളിപ്പോൾ കേരള തമിഴ്നാട് ബോർഡർ കിടന്ന് തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല വിശാലമായ റോഡാണ്, സൈഡിൽ കൂടെ സീനറി ഒക്കെ ഉണ്ട്, അടിപൊളി. നമ്മളിപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി. നമ്മൾ കേരളത്തിൽ 105 രൂപയാണ്, ഇവിടെ 101 രൂപയേ ഉള്ളൂ ലിറ്ററിന്. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് യാത്ര തുടരുന്നു. ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും തമിഴ്നാട് എത്രത്തോളം അവരുടെ വിൻഡ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന്. അതെ, തമിഴ്നാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ജനറേറ്റിംഗ് സ്റ്റേറ്റ്. ഹലോ ഗൈസ്, ഇപ്പം 1:45 നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയേക്കുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കോവിൽപ്പട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിർത്തി. ബിലാൽ റെസ്റ്റോറൻ്റ് എന്നാണ് പേര്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇത് 6 എനിക്ക് തോന്നുന്നത്. ഇത് പറ്റിയതാണ്. ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്നത് നമ്മുടെ പനയാണ്. ഇതിനകത്ത് നിന്നാണ് നമ്മുടെ പനങ്കരിക്ക് എടുക്കുന്നത്. ഹായ് ഗൈസ്, നമ്മൾ രാമേശ്വരം എത്താൻ വേണ്ടി 50 കിലോമീറ്റർ ഉള്ളപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ഇത് നമ്മുടെ ഉപ്പുണ്ടാക്കുന്ന ഫീൽഡാണ്. ഇത് ഈ വെള്ളം കെട്ടി നിർത്തും. അതായത് ഇതിന് അടിയിൽ നിന്ന് വരുന്ന ഉറവ കൊണ്ട് അടിയിൽ നിന്ന് വെള്ളം വരും. ആ ഉപ്പ് വെള്ളം ഇവാപ്പറേറ്റ് ആയിപ്പോയി ഉപ്പ് മാത്രം അവശേഷിക്കും. പിന്നെ ആ ഉപ്പാണ് പിന്നീട് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടത്തെ അയഡിനും ചേർത്താണ് നമുക്ക് കിട്ടുന്നത്. ഇതേതായാലും നല്ലൊരു കാഴ്ചയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഉപ്പിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്.
മണ്ഡപം ക്യാമ്പ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മളെ രാമേശ്വരത്തോട്ട് പാമ്പൻ പാലം വഴി ട്രെയിൻ പോകുന്നത്. അപ്പൊ നമ്മള് പാമ്പൻ പാലത്തിലോട്ട് കേറിയിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ബേ ഓഫ് ബംഗാളും ഈ റൈറ്റ് സൈഡിലുള്ള ഇന്ത്യൻ ഓഷ്യനുമാണ്. ഈ പാമ്പൻ പാലത്തിന് 2 കിലോമീറ്ററോളം നീളമുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ റെയിൽവേ ട്രാക്കും കാണാൻ സാധിക്കും. വളരെ പഴയ ഒരു റെയിൽവേ ട്രാക്കാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അതിപ്പം പുതിയ ഒരു റെയിൽവേ പാലം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. താന്ന് നിൽക്കുന്ന പാലമാണ് പഴയത്. മേളിൽ കുറച്ചുകൂടെ ഹൈറ്റിലാണ് പുതിയ പാലം പണിയുന്നത്. 2010 ബദ്ര സീലിംഗ് ബ്രിഡ്ജ് വരുന്നതുവരെ ഈ ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജായിരുന്നു. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് സിലോണിലേക്ക് ട്രേഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് 1911 പാമ്പൻ ബ്രിഡ്ജിന്റെ പണി ആരംഭിക്കുന്നത്. അങ്ങനെ 1914 പണി കഴിഞ്ഞ പാമ്പൻ ബ്രിഡ്ജ് രാമേശ്വരത്തോട്ടുള്ള ഒരേ ഒരു ഗതാഗത മാർഗമായി തീർന്നു. 1964 സൈക്ലോണിൽ കുറച്ച് കേടുപാടുകൾ സംഭവിച്ചതിനാൽ കുറച്ച് റിപ്പയർ വർക്കുകൾ ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ 1988 അതിന് പാരലായി തന്നെ സാധാരണ വാഹനങ്ങൾക്ക് പോകത്തക്ക ഒരു റോഡ് ബ്രിഡ്ജ് പണി കഴിച്ചു. അതിനുശേഷം പല സമയങ്ങളിലും ഇതിന്റെ റിപ്പയർ വർക്കുകളും നടന്നു. അങ്ങനെ 2020 അതിന്റെ അടുത്തായി പുതിയൊരു റെയിൽവേ ബ്രിഡ്ജ് പണിയുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഉത്തരവിട്ടു. എന്നാൽ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കെ പഴയ പാലത്തിന്റെ ബാസ്ക്യൂൾ സെക്ഷൻ വീക്ക് ആയതിനാൽ അതിലൂടെയുള്ള ഗതാഗതം എന്നേക്കുമായി സസ്പെൻഡ് ചെയ്തു. ഇനി രാമേശ്വരത്തോട്ടുള്ള ട്രെയിൻ പുതിയ പാലം വന്നതിന് ശേഷം പുനരാരംഭിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു. ഈ താഴ്ന്നു നിൽക്കുന്നതാണ് പഴയ പാമ്പൻ പാലം. ഇപ്പുറത്ത് പുതിയത് കുറച്ച് ഹൈറ്റിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പണ്ടത്തെ പാലം എന്ന് പറഞ്ഞാൽ നടുക്കൊന്ന് സ്പ്ലിറ്റായി നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജൊക്കെ പോകുന്ന ടൈപ്പ് ഒരു പാലമായിരുന്നു. അവിടെ കൂടെ ബോട്ടൊക്കെ പണ്ട് സർവീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ സർവീസൊന്നും ബോട്ടിൻ്റെ വരുന്നില്ല. അതിപ്പോൾ പൊക്കാറുമില്ല. ഒത്തിരി നാളായിട്ട് പൊക്കാറുമില്ല. അത് ആ ഒരു ഭാഗം മൊത്തത്തോടെ പൊങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിളാണ് പുതിയ പാലത്തിൽ വരുന്നത്. അങ്ങ് കാണുന്നതാണ് രാമേശ്വരം. ഇതങ്ങ് ചെന്ന് അവസാനിക്കുന്നത് രാമേശ്വരത്താണ്. ഏതായാലും പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ തകൃതിയായിട്ട് പോകുന്നുണ്ട്. ഏതായാലും പുതിയ പാലം വരുന്നതോടുകൂടി ഇവിടെ നല്ലൊരു ഡെവലപ്മെൻറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. മീറ്റർ ഗേജ് റെയിൽവേ ആണ് ഇതിൽ കൂടെ പോകുന്നത്. ഈ പുതിയ പാലം എങ്ങനത്തെ ആണെന്ന് അറിയത്തില്ല. അതായിരുന്നു നമ്മുടെ പാമ്പൻ പാലം. നമ്മൾ പാമ്പൻ പാലത്ത് നിന്ന് ഇറങ്ങി ഇനിയും കുറേ ബോട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. മത്സ്യബന്ധനം ബോട്ടുകളാണെന്ന് തോന്നുന്നത് ഇതെല്ലാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു 6 മണി ആയപ്പോഴാണ്. അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല. നല്ല കാറ്റുമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പാമ്പൻ. ഈ പാമ്പൻ പാലം കടക്കുന്നതോടുകൂടി നമ്മൾ രാമേശ്വരം ദ്വീപിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും രാമേശ്വരം ഒരു ദ്വീപാണ്. 4 സൈഡിലും വെള്ളമാണ്. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടെ കാണാവുന്ന കാര്യമാണ് ഈ ബാരിക്കേഡ്. ഇത് ശരിക്കും ഇവിടെ സ്പീഡ് ബ്രേക്കറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത്രയും വലിയ റോഡുകൾ. നമ്മൾ രാമേശ്വരത്ത് എത്തിയപ്പം ഒരു 4 വീലേഴ്സിന് 100 രൂപ ടോളെന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. ഈ ടോള് രാമേശ്വരം മുനിസിപ്പാലിറ്റി പിടിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ റെസിപ്റ്റ്. ഇതാണ് രാമേശ്വരത്തെ ഫേമസ് രാമനാഥ സ്വാമി ക്ഷേത്രം. ഇതിൻ്റെ വെസ്റ്റ് ടവറാണിത്. നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്കാണിത്. നമ്മളൊരു ബീച്ച് റിസോർട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ബൃന്ദാവൻ ബീച്ച് റിസോർട്ട്. ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്. ഈ സ്ഥലത്ത് തന്നെയാണ് വാട്ടർ സ്പോർട്സൊക്കെ ഉള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു റൂമാണ് കിട്ടിയത്.
101. നമ്മുടെ ഇവിടെ ഒരു ലിവിങ് റൂം പോലെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ബാത്റൂമുണ്ട്. ഇവിടെ വാഷ് ബേസിനുണ്ട്. ഹീറ്റർ വരെയുള്ള ബാത്റൂമാണ്. പിന്നെ ഇവിടെ നല്ല വിശാലമായ 2 കട്ടിലുമുണ്ട്. 3 കട്ടിലുണ്ട്. ഇനിയും ഒരു ബെഡും കൂടെ ഇവിടെ കൊണ്ട് ഇടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ടൊരു ചെറിയ വരാന്ത പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ കാർ ഇവിടെ കിടക്കുന്നു. നമ്മൾ കയറി വന്ന വഴി തന്നെ ആ സൈഡ് മൊത്തം ബീച്ചാണ്. നമ്മളിവിടെ കയറി വന്നത് ഒരു 6:45 ഇവിടെ വൃന്ദാവൻ ബീച്ച് റിസോർട്ട് അത്യാവശ്യം നല്ല ഒരു റൂമുകളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ലിവിങ് റൂമിൽ ഒരു സോഫയും ഒരു ടീപ്പോയും കസേരയും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ദിവസത്തേക്ക് 5300 രൂപയാണ്. അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. കാരണം 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്യും. ഇവിടെ ഹോട്ടൽ ഫെസിലിറ്റീസ് ഇല്ല. ഇവരുടെ ഹോട്ടൽ വൃന്ദാവൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ ഒരെണ്ണം കാണാൻ പറ്റും. അവിടാണ് ശരിക്കും കുക്കിംഗ് ഒക്കെ ഉള്ളത്. അവർ പറഞ്ഞ് ഇങ്ങോട്ട് വേണേൽ കൊണ്ട് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സൂപ്പർ നല്ല മുറിയാണ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നടന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വൃന്ദാവൻ റെസിഡൻസ് ഞങ്ങൾ താമസിക്കുന്ന ഈ റിസോർട്ടിൽ വെള്ളത്തിൻ്റെ ഫെസിലിറ്റീസൊക്കെ കറക്റ്റായിട്ടുണ്ട്. ചൂടുവെള്ളം, തണുത്ത വെള്ളം, അങ്ങനെ നോർമൽ വാട്ടർ എല്ലാം കിട്ടും. നമ്മൾ ഹോട്ടൽ വരെ എത്താൻ ഏകദേശം അര കിലോമീറ്റർ 3/4 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ ഞങ്ങൾ കാറ്റത്ത് നടക്കാമെന്ന് വിചാരിച്ചെങ്കിൽ നടക്കാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇവിടെ നല്ല ചൂടൊക്കെ തന്നെ രാവിലെ. ഇപ്പോൾ നമ്മൾ അവസാനം എത്തിയത് നമ്മുടെ വൃന്ദാവൻ ബീച്ച് റിസോർട്ടിനെ തന്നെ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു വൃന്ദാവൻ റെസിഡൻഷ്യയിലത്തെ ഒരു ഹോട്ടലിലാണ്. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടുത്തെ കറണ്ട് മൊത്തം പോയി. അത് കുറ്റാക്കൂരിട്ട് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് ആണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷായി കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൂമിലെത്തി കിടന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ കാണാം. ബായ്.